വെൽക്കം ബാക്ക് മൈ ചാനൽ മുരാസ് ടൈം. ഞാൻ ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് മുകേഷ് ഏട്ടൻ്റെ പിറന്നാളാണെന്ന്. അതോടനുബന്ധിച്ച് പുള്ളിക്ക് ഞാനൊരു പിറന്നാൾ സമ്മാനം കൊടുക്കുകയാണ്. ആ സംഭാവന എന്തെന്നൊക്കെ അറിയാമല്ലോ, 100 പേർക്കുള്ള ബിരിയാണി, ചിക്കൻ ബിരിയാണിയാണ്. അത് പൂജപ്പുരയുള്ള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ആശാ ഭവനിലെ അന്തേവാസികളാണ്. അവർക്ക് ഒപ്പമാണ് ഇന്ന് എൻ്റെയും മുകേഷ് ഏട്ടൻ്റെ ഞങ്ങളുടെ എല്ലാ ആഘോഷം. ഞാൻ തന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഫുഡിന്റെ നമ്മളെ ഫുഡോളി പുതിയ പേര് വിട്ടെനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് വേണ്ടിയിട്ട് ആ സമയം സ്പെൻഡ് ചെയ്ത ഒരു അടിപൊളി അടാറ് ബിരിയാണി ഉണ്ടാക്കിയതിന് വളരെയധികം. അപ്പം അങ്ങോട്ട് പോവാം. അപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ പോണത് 100 പേർക്കുള്ള ബിരിയാണിയിൽ 80 പേർക്ക് നമുക്ക് നോൺ വെജ് ആണ്. അപ്പം നോൺ വെജ് ബിരിയാണിക്കുള്ള മസാല, അതിൻ്റെ മസാല നമ്മൾ ചിക്കൻ കണ്ട ചെറിയ പീസ് ചിക്കനാണ്, കണ്ട ചെറിയ പീസ് ചിക്കനാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അത് ഞാനിതിന് തട്ടാൻ പോവുകയാണ്. ചെറിയ പീസ്. ആദ്യം ഉപ്പ് എൻ്റെ ഒരു പരുവമാണ്. ഉപ്പ്. അടുത്ത മഞ്ഞപ്പൊടിയാണ്, കണ്ടല്ലോ മഞ്ഞപ്പൊടി ലേശം, വളരെ കുറച്ച് മഞ്ഞപ്പൊടി. അപ്പോൾ അടുത്ത കണ്ടല്ലോ, അടുത്ത ലേശം എരിയ മുളകും, പച്ചമുളക് കുറച്ച് നമ്മൾ ചേർക്കുള്ളൂ. ഇഞ്ചി, വെളുത്തുള്ളി. ഇനി ഇതിനെ നല്ലപോലെ പിറവി പിടിപ്പിക്കണം. വെളുത്തുള്ളി ഇഞ്ചി എല്ലാം പിടിക്കണം. അത് നല്ല പിറവി സെറ്റാക്കി നല്ല വെള്ളമൊക്കെ നല്ല പോണം. ചിക്കനിലെ വെള്ളം പോയാലേ ഇത് പിടിക്കുള്ളൂ. ഇനി ഇതിനെ വേറെ പാത്രത്തോട്ട് മാറ്റണം. അപ്പം ഇതിനെ നമ്മൾ പിറവി മസാല നല്ല പിടിക്കാൻ വേണ്ടി പിറവി. ഇനി ഒരു അടുത്ത മസാല, ബിരിയാണിക്ക് മസാല അടിക്കും. ബിരിയാണിക്ക് മസാല അടിക്കുന്ന സമയം വരെ ഈ സാധനം ഇരുന്ന് ഇതിൽ ഉപ്പും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം പിടിച്ചിരിക്കും. നമ്മൾ സംഭവം കത്തിച്ചിട്ടുണ്ട്. ബിരിയാണിയുടെ മസാല അടിക്കാനുള്ള കട്ട് കയറ്റാണ്. ചട്ടി ചൂടായി ഞാൻ എണ്ണ ഒഴിക്കുകയാണ്. ബിരിയാണി മസാലയ്ക്കുള്ള എണ്ണയാണ്. ചില ഇൻഗ്രീഡിയൻസ് എല്ലാം കണ്ടല്ല, ഇതൊക്കെയാണ് ഇത്ര സാധനങ്ങൾ ഇത് ചേർക്കണം. ഇൻഗ്രീഡിയൻസ് പട്ട, ഗ്രാമ്പ്, പിന്നെ ഇല ഐറ്റംസ്, മല്ലിയില, പുതിനയില, മസാല, നമ്മുടെ സ്പെഷ്യൽ മസാല, പിന്നെ നെഞ്ചീരകം. അതിനകത്ത് ബാക്കിയുള്ള ബിരിയാണിക്കെല്ലാം അവിടെ കൂടുതൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത തക്കാളിയാണ്. തക്കാളിയാണ് കൂടുതൽ ചേർക്കുന്നത്. പിന്നെ നമ്മൾ ഈ 80 പേർക്കുള്ള 100 പേർക്കുള്ള ബിരിയാണിയിൽ നമ്മൾ ആപ്പിള ചേർക്കുന്ന മസാലയിൽ ചേർക്കണ ഉള്ളി ഇത്രയും 1/2 കിലോ മുകളിലേ വരുന്നു. ഈ ഉള്ളി ലേശം പലത്തിൻ്റെ ഓയിൽ ലേശം കോരി മാറ്റി വയ്ക്കും. ഈ ബിരിയാണിയുടെ മുകളിൽ തെളിക്കാൻ വേണം. കുറച്ച് ചെമ്പ, ആ ഉള്ളി ഫ്ലേവർ കിട്ടുന്ന വേണ്ടി ഉള്ളി ലേശം ബ്രൗൺ കളർ ആവണം. അത് കഴിഞ്ഞ് നമ്മൾ എണ്ണ കോരി മാറ്റുന്നു. പലവണ പരിപാടി തുടങ്ങുമ്പോഴും ഇത് 9 കിലോ തക്കാളിയാണ്. നമ്മൾ 100 പേർക്കുള്ള ബിരിയാണിക്ക് നമ്മൾ 9 കിലോ തക്കാളിയാണ് ചേർക്കുന്നത്. തക്കാളിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇത് മല്ലിപ്പൊടി ചേർക്കില്ല. മല്ലിയില, പുതിനയില, രമ്പയില, ഇതാണ് ഇതാ മസാല. ഇത്രയുള്ളൂ. എന്തായാലും കുറച്ച് നേരം അടച്ചിട്ടേക്കാം. നമ്മളെ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, നമ്മളെ ഇല ഐറ്റംസ്, രമ്പയില, പുതിനയില. ഇത് നമ്മളിതിൽ ചേർക്കുന്ന സാധനം മസാല മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മസാല, ഗരം മസാല, പിന്നെ പെരിഞ്ചീരപ്പൊടി, ഇത് മാത്രം ചേർത്തിട്ട് നമ്മൾ ഇറച്ചി ചേർക്കും. തമ്മിൽ കൂടെ കിടന്ന വേവലുണ്ട്, ഒരു അര വേവ് മതിയാവും. പെരിഞ്ചീരകം മെയിൻ മസാലയുടെ കളിയാണ്. അടുത്ത നമ്മളെ സ്പെഷ്യൽ ഗരം മസാല, എല്ലാ സാധനവും പൊടിച്ചാണ് ഫുള്ളിടയാണ്. ഒരു 2 നാരങ്ങയുടെ നീര്. ബിരിയാണിയില 10 വെജ് ബിരിയാണി അതിൻ്റെ മസാല കോരി മാറ്റിയാണ്. ഇറച്ചി തട്ടയാണ്. നമുക്ക് ഈ ഇറച്ചി ജസ്റ്റ് ഒന്ന് വാരിയാൽ മാത്രം മതി. അതിന് ദമ്മടിക്കാൻ വേണ്ടിയാണ്
തൈര്, ഒരു പുളി ചെറിയൊരു ഇതിന് വേണ്ടി ലേശം വെള്ളം. ഒരു അര വേവ് ഇറച്ചി മതി. അതുകൊണ്ട് ഇത് കുറേ ഒരുപാട് നേരം അടച്ചിട്ട് കഴിഞ്ഞാൽ വെന്തോ നമുക്ക് ഈ ദമ്മിൽ കിടന്ന് വേവുള്ളതാണ്. അര വേവ് ഇറച്ചി മസാലയായിട്ട് പിടിക്കാനാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇറച്ചി മസാലയായിട്ട് പിടിച്ചിട്ട് നമുക്ക് എടുത്ത ചോറ് അടിച്ചതിൻ്റെ മുകളിൽ ദം ചെയ്യും. അതാണ് ഇതിൻ്റെ പരിപാടി. ഓക്കെ, അപ്പം നമ്മൾ ഇറച്ചി ആയി കഴിഞ്ഞു. നമുക്കിനി ഫൈനലായിട്ടുള്ള സാധനം ഇതാ ഉള്ളി, വറുത്ത ഉള്ളി. ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇതാ ഇത് ഏകദേശം 4 കിലോ 5 കിലോ ഉള്ളി വരും. ഇപ്പോൾ മസാല ഉണ്ടാ അതിൻ്റെ ഭംഗി കേട്ടാ. ഇതാണ് നമ്മുടെ മസാല, നമ്മുടെ ചിക്കൻ്റെ മസാല. ചിക്കൻ്റെ മസാല എല്ലാം ഇതേ സെറ്റപ്പാണ്. നമ്മളെ ബിരിയാണി മസാല ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ, സൂപ്പറാണ്, അടിപൊളി. അപ്പോൾ സംഭവം നമ്മൾ മസാല റെഡിയായി മാറ്റിയാണ്. അടുത്ത നമ്മൾ ബിരിയാണി കയറ്റാൻ പോവുകയുള്ളൂ. ഓക്കെ, ബിരിയാണി കയറ്റി കഴിഞ്ഞു. നമ്മൾ നേരത്തെ ഇട്ട ഓയിലിൻ്റെ ബാക്കി വന്ന ഓയിൽ നെയ്, 1/2 kg നെയ്. സംഭവം ഏകദേശം ചൂടായിട്ടുണ്ട്. തീ കൂടുതലാണ്. ഇതാ നമ്മളെ ഇൻഗ്രീഡിയൻസ് അറിയാമല്ലോ, അത് എപ്പോഴും പറയണ സാധനം ഒന്നുമില്ല. പട്ട, മറ്റേ ബേ ലീവ്സ്, അത് കഴിഞ്ഞിട്ട് ഇത് നമ്മളെ ഗ്രാമ്പ്, തക്കോല. ക്യാരറ്റ്, പച്ചയ്ക്ക് ഇറന്നാലും കുഴപ്പമില്ല, വേറെ സമയമുണ്ട്. ഇത് നമ്മൾ ചേർക്കാൻ പോണത് വെള്ളമാണ്. വെള്ളം അതിൻ്റെ അളവിന്, അതായത് നമ്മൾ 14 കിലോ അരിക്കുള്ള വെള്ളം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. 14 കിലോ അരിക്ക് നമ്മൾ ഡബിൾ വെള്ളം എടുത്തിരിക്കുന്നത്. അരിയിൽ ഡബിൾ വെള്ളം. ഉപ്പ് കറക്റ്റാണ്, പാകത്തിനുണ്ട്. നമ്മളാ വെള്ളം തിളച്ചിട്ടുണ്ട്, കണ്ടല്ലോ. പതിനാലിൽ അരിക്കുള്ള വെള്ളമാണ് നമ്മൾ വെച്ചേക്കുന്നത്. അതൊരു 15 മിനിറ്റ് എടുക്കും. 15 മിനിറ്റ് ആകുമ്പോഴേ ഇതാവുള്ളൂ. അതിന് ശേഷം നമ്മൾ ദമ്മ് കയറ്റി ഈ ദമ്മടിച്ച് ഇതിൻ്റെ മുകളിൽ ചിരട്ടക്കനലിട്ട് റെഡിയാക്കി എടുക്കും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് റെഡിയായി വരട്ടെ. സംഭവം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 7 മിനിറ്റ് അതാവും എൻ്റെ കണക്കിൽ. അപ്പോൾ സംഭവം കണ്ടല്ലോ, ചിക്കൻ്റെ മസാല നല്ല മണമുള്ളൂ. അടിച്ച് കയറുന്ന കണ്ട പോകാം, സൂപ്പർ, കുളിക്കും. ഏകദേശം നാരങ്ങ നീര് ഇതുപോലെ വെന്ത് വറ്റാറാകുമ്പോൾ നമ്മൾ നാരങ്ങ നീര് ഒഴിക്കും. ഇനി ലേശം തീ മുടക്കണം, ലേശം പൈനാപ്പിൾ. ഇതെല്ലാം കൂടെ കിടന്ന് ചോറ് ഇപ്പോൾ സെറ്റാവും. അപ്പം നമ്മൾ റൈസ് റെഡിയാണ്. ഇനി റൈസ് നേരെ മസാല, അതായത് മസാല അടിച്ച ചിക്കനുമായിട്ട് ദമ്മടിച്ച് നേരത്തെ പറഞ്ഞ പോലെ ചിരട്ടക്കിഴങ്ങ് കയറി. അപ്പോൾ സംഭവം നമ്മൾ ഈ നടുക്ക് മാത്രമേ, ഈ അടുപ്പിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, നടുക്ക് മാത്രമേ നമുക്ക് തീ കിട്ടുള്ളൂ. ബാക്കി നമ്മൾ മുകളിൽ ചിരട്ടക്കടലിടണം. അപ്പോൾ ആ ഭാഗം നമ്മളിങ്ങനെ വെക്കും. വെച്ചിട്ട് റൈസ് കോരി ഇങ്ങനെ ഇടും. അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മളാ. അപ്പം നമ്മൾ സംഭവം ഇതിൻ്റെ അടിയിൽ ചിക്കനാണ് അറിയാം, കണ്ടല്ലോ ഞങ്ങൾ. ഇതിൻ്റെ മുകളിൽ നമ്മളെ റൈസും ഇനി ദമ്മും. കാഷ്നട്ടൊക്കെ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്, കുറച്ചുകൂടെ അതിലിടെയാണ്. ഇതാ നെയ്, ഇതെല്ലാം അതിൻ്റെ അകത്ത് കിടന്ന് ഉരുവി നമ്മൾ ആയിക്കോളും. ലേശം സൺഫ്ലവർ ഓയിൽ, പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ 2 സ്റ്റിച്ച് ഇങ്ങനെ കുത്തി കൊടുക്കും. അതിൻ്റെ അടിയിൽ നിന്നുള്ള ഫ്ലേവർ മുകളിൽ കയറാനാണ്. ഫൈനലി നമ്മൾ ഇലയിടയാണ്, സമയമില്ല. ഇനി സംഭവം സെറ്റാണ്. ഓക്കെ, കണ്ടല്ലോ, ഇതാണ് നമ്മളെ വെയിറ്റ്.
സംഭവം ഈ ചിരട്ടക്കരിയാണ്, നല്ല ചൂടാണ്. ഈ ചിരട്ടക്കരിയുടെ അടിയിൽ ഈ ചൂട്, മുകളിലെ ചൂടും അടിയിലത്തെ ചെറിയ ദമ്മ് ഇതിൽ അതും കൂടെ ചേർന്ന് ഒരു 20 മിനിറ്റിനകത്ത് ബിരിയാണി റെഡിയാവും. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇത് റെഡിയായിട്ട് ഇനി നമ്മൾ പോണ സ്ഥലം എവിടെ നിന്നായിരിക്കുമല്ലോ, നമ്മൾ മുകേഷ് ചേട്ടൻ്റെ സ്ഥലത്തോട്ട് പോകും. അവിടെ പോയിട്ട് അവിടെ വെച്ച് നമ്മൾ കാണാൻ എങ്ങനെ ഇരിക്കുന്നുള്ളത്. അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അങ്ങോട്ട് പോവാം. അപ്പം മുകേഷ് ചേട്ടൻ്റെ പിറന്നാളോടനുബന്ധിച്ച് നമ്മൾ എല്ലാ സാധനവും റെഡിയാക്കി തന്നിട്ടുണ്ട്. മുകേഷ് ചേട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എല്ലാവരും മുകേഷ് ചേട്ടനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ മറ്റേ ചേട്ടൻ്റെ എല്ലാവരും വരാറുണ്ട്. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എത്തും, എന്തായാലും ഒരു 2 മിനിറ്റ് എത്തും. ഓക്കെ, അപ്പോൾ പൊളിയാണ്. മുകേഷേട്ടൻ്റെ പിറന്നാൾ കണ്ടല്ലോ, സൂപ്പറാണ്, അടിപൊളി. ഏറ്റവും കൂടുതൽ ബ്രാൻഡ്, അതേപോലെ ഏറ്റവും കൂടുതൽ ഇനാഗ്രേഷൻ ചെയ്തതിന് മുകേഷ് ചേട്ടന് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിന് വേൾഡ് റെക്കോർഡ് അവാർഡാണ്. പൊളി മുകേഷേട്ടൻ പൊളിയാണ്. മുകേഷേട്ടൻ നമുക്ക് പൊട്ടിക്കല്ലേ? മുകേഷേട്ടൻ ദമ്മ് പൊട്ടിക്കുകയാണ്. നമ്മൾ കൊണ്ടുവന്നത് ദം ബിരിയാണിയാണ് കേട്ടോ. എന്നാൽ അപ്പോൾ മുകേഷേട്ടൻ്റെ ഇത് നമ്മൾ സെലിബ്രേഷൻ അടിച്ച് പൊളിച്ചു. ഫുഡ് എങ്ങനെ ഉണ്ട്? എൻ്റെ ഫുഡ് എങ്ങനെ ഉണ്ട്? എന്റെ ഫുഡിനെ പറയേണ്ട കാര്യമില്ലല്ലോ. ഫുഡിന്റെ അറിയാലോ, നമ്മളെ ഫുഡോളി പുതിയ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ പോയി അവസാനിക്കുന്നത് കീടിയിലം ബിരിയാണി. ഓക്കെ, എന്നാ നമ്മളെ ചാനലിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതൊക്കെ നിങ്ങൾ പറയണം. എന്തിനു വേണം നിങ്ങൾ പറയും. മറ്റേ ലൈക്കും സബ്സ്ക്രിപ്ഷനും എല്ലാം ചെയ്തു തരാം. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കാം. ശരി പുഴയും ഇതിലാവണമെന്ന് അറിഞ്ഞൂടാ. ഓക്കെ, പൊളിയാണ്. നമ്മളെ ചങ്കാണ്, അടിപൊളി. അതിൽ പരം ഇത്രയും പാവപ്പെട്ട ആൾക്കാർക്ക് എല്ലാ വർഷവും കൊടുക്കണം തന്നെ. അത് തന്നെ ഒരു മഹാഭാഗ്യമാണ്. പക്ഷേ 100 മാർക്ക്. അതുമല്ല അണ്ണൻ്റെ മുകേഷേട്ടൻ നമ്മൾ ഇതേപോലെ ഇപ്പോഴും നിൽക്കണം. എത്ര കാലം വർഷം ഇങ്ങനെ നിന്നാലേ നമ്മളെ കൂടെ നിന്നാലേ നമുക്ക് 150 ആയുസ് കിട്ടണം. അതാണ് മെയിൻ. 150 വയസ്സ് ഞാൻ കുറിച്ചിട്ടുണ്ട്. അപ്പം എന്നാലും നമുക്കൊക്കെ രക്ഷപ്പെടാം. ഓക്കെ, എനിക്കതല്ല, എല്ലാ പ്രാവശ്യവും ഫുഡിനെ പറ്റി ഫുഡ് അടിപൊളിയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു കാറ്ററിംഗ് ആണ്, ഒരു അണ്ണൻ്റെ ബിരിയാണി ഒരിക്കൽ കഴിച്ച് ഇഷ്ടപ്പെട്ടുകൊണ്ട് അണ്ണനെ കൊണ്ട് തന്നെ ഇപ്രാവശ്യം അണ്ണൻ ഇങ്ങോട്ട് പറഞ്ഞതാണ് ഞാൻ വെച്ച് തരാറ്. അണ്ണനെ കൊണ്ട് ചെയ്യുക. ആ വിലയേറിയ സമയം ജോലിയുടെ ഇടയിൽ, റെസ്റ്റോറൻറ്റിൻ്റെ തിരക്കിനിടയിൽ എല്ലാത്തിൽ നിന്ന് മാറി എനിക്ക് വേണ്ടിയിട്ട് ആ സമയം സ്പെൻഡ് ചെയ്ത് ഒരു അടിപൊളി 6 ബിരിയാണി ഉണ്ടാക്കി തന്നതിന് വളരെയധികം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു.